കീഴല്ലൂർ അണക്കെട്ട് കരകവിഞ്ഞൊഴുകിയ പ്രദേശത്തെ 100ഓളം വീടുകളിൽ വെള്ളം കയറി. കീഴല്ലൂരിലെ വെള്ളപ്പൊക്കത്തിന് കാരണം ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയെന്ന് ആരോപണം. ഏകദേശം ഒരു 2 മാസം മുന്നേ തന്നെ നമ്മൾ ഈ വാട്ടർ അതോറിറ്റിന്റെ അധികൃതരോടെല്ലാം നമ്മൾ ബന്ധപ്പെട്ടവരോടെല്ലാം നമ്മൾ ഉണർത്തിയതാണ്. ഈ ഷട്ടർ കഴിഞ്ഞ മഴവെള്ളക്കാലത്തും ഈ ഷട്ടർ ഉയർത്തിയിട്ടില്ല. ആ സമയത്തും പ്രശ്നങ്ങളും കാര്യങ്ങളായപ്പോൾ പിന്നെ മിലിറ്ററിയിൽ നിന്നൊക്കെ ആൾ വന്നിട്ടാണ് അത് ഉയർത്തിയത്. പിന്നീട് ഈ ഷട്ടർ താത്തേണ്ട സമയമായപ്പോൾ താത്തി. ഇപ്പോൾ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മോട്ടർ വർക്ക് ചെയ്യുന്നില്ല, പൊക്കാൻ പറ്റൂല, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഈ ഷട്ടർ അടച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചാലുപറമ്പിൽ ഇപ്പോൾ ഉണ്ടായ എല്ലാ വെള്ളക്കയറ്റവും അതേപോലെ റോഡ് നഷ്ടപ്പെട്ടതും നമ്മളെ വീടിൻ്റെ ഈ ഭിത്തി നഷ്ടപ്പെട്ടതൊക്കെ ഭിത്തികളും കാര്യങ്ങളൊക്കെ ഇടിഞ്ഞിട്ടുണ്ട്. അതേപോലെ നമ്മളെ ഈ വീട്ടിലേക്ക് വരുന്ന മെയിൻ റോഡാണിത്. ഈ റോഡ് കംപ്ലീറ്റ് ഒലിച്ചുപോയി, താറടക്കം ഒലിച്ചുപോയ അവസ്ഥയാണ്. അതിന് മുന്നിൽ പോയാൽ കാണാൻ പറ്റും. ഈ ഭാഗമായിട്ടാണ് പുഴ വഴിമാറി ഒഴുകിയത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ ഭിത്തികളും കാര്യങ്ങളൊക്കെ ഇടിഞ്ഞിട്ടുണ്ട്. കീഴല്ലൂർ ഡാമിന്റെ പരിസര പ്രദേശങ്ങളിൽ വ്യാപക നാശനഷ്ടം സംഭവിക്കാൻ കാരണം ഡാമിന്റെ മുഴുവൻ ഷട്ടറും തുറക്കാത്തതിനാലെന്ന് ആരോപണം. ഡാമിന് 5 ഷട്ടറുകളാണുള്ളത്. ഇതിൽ 4 തുറന്നപ്പോൾ 1 പൂർണ്ണമായും അടഞ്ഞ നിലയിലാണ്. സമയാസമയം അറ്റകുറ്റപ്പണി നടത്താത്തതും പാലപ്പഴക്കവും കാരണം ഷട്ടറുകൾ പൂർണ്ണമായും തുറക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഡാമിൽ ശക്തമായി വെള്ളം ഒഴുകിയെത്തുകയും ഷട്ടർ പൂർണ്ണമായും തുറക്കാതിരിക്കുകയും ചെയ്തതോടെ വെള്ളം ഗതിമാറി ഒഴുകുകയായിരുന്നു. രാത്രി ഒരു വെള്ളം കയറി തുടങ്ങി. ഇന്നലെ രാവിലെയാണ് വെള്ളം പോയി തുടങ്ങിയത്. ഇപ്പോൾ പല വീടുകളിലും വെള്ളം ഇപ്പോഴും കിടക്കുകയാണ്. ക്ലീനിങ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മെയിനായിട്ട് വെള്ളം കയറാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യമാണ് നന്നായിട്ട് കയറിയത്. കാരണം നമ്മൾ ഈ വാട്ടർ ഡാമിൻ്റെ പമ്പ് ഹൗസിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു സെറ്റ് തുറക്കാൻ കുറച്ച് വൈകിയിരുന്നു. കുറച്ച് ഹൈറ്റധികം പൊന്തിയില്ല. വെള്ളം ദിശ മാറി സഞ്ചരിച്ച് പിറവശത്തൂടെ പുഴമാതിരി ഒഴുകി വന്നു. കുറേ വീടിൻ്റെ മതിലുകളും എല്ലാം പോയി. ഇതുവരെ നമ്മളൊന്നും ഓർമ്മയിലില്ലാത്ത ഒരു ഇതിലാണ് വെള്ളം കയറിയത്. അങ്ങനെ പല വീട്ടിലും വെള്ളം കയറി. പ്രതീക്ഷിക്കാത്ത സമയത്ത് പെട്ടെന്ന് വെള്ളം കയറി മേലോട്ട് പോയത് കാരണം ഒഴുക്കുകൾ കാരണം രക്ഷാപ്രവർത്തനം കുറച്ച് വഴുകി ചെയ്യാൻ പറ്റി. ഫയർഫോഴ്സൊക്കെ വന്നിരുന്നു. മട്ടന്നൂരിൽ നിന്നും ഫയർഫോഴ്സ് വന്നിട്ടാണ് കുറേ പേരെ വീട്ടിൽ നിന്നും മാറ്റിയത്.